ഇന്നലെ വൈകിട്ടാണ് പെരിന്തൽമണ്ണയിൽ അത്ര നല്ലതല്ലാത്ത രീതിയിലുള്ള ഒരു അക്രമമൊക്കെ ഉണ്ടായത്. പെരിന്തൽമണ്ണയിൽ അതേ തുടർന്ന് ഇന്ന് UDF ഹർത്താലാണ്. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇന്നലെ രാത്രി ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയായിരുന്നു. ഇത് CPM പ്രവർത്തകരാണെന്ന് ആരോപിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന UDF വിജയാഘോഷത്തിനിടെ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായെന്ന് ആരോപിച്ച് LDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസിന് നേരെ അക്രമമുണ്ടായത്. ലീഗ് ഓഫീസ് ആക്രമിച്ച 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ചരിത്രപരമായ ഒരു വിജയമാണ് പെരിന്തൽമണ്ണയിൽ UDF നേടിയത്. സ്വാഭാവികമായി ദീർഘകാലം ഭരണത്തിലിരുന്നവർ എന്ന നിലയ്ക്ക് അതിൻ്റെതായ ചെറിയ നിരാശയും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതൊരു ഓഫീസ് ആക്രമണത്തിലേക്കൊക്കെ നീങ്ങുക എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയല്ല. ഇപ്പോൾ വളരെ പെട്ടെന്നാണ് അവിടെ ഒരു ഹർത്താലും പ്രഖ്യാപിച്ചത്. ജനങ്ങളൊന്നും വിവരം അറിഞ്ഞു കാണാൻ പോലും വഴിയില്ല, കാരണം രാത്രി വൈകിട്ടാണല്ലോ. എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീജ, ഇന്നലെ രാത്രിയാണ് ശ്രീജ പറഞ്ഞതുപോലെ ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കമാവുന്നത്. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ സത്യപ്രതിജ്ഞ. അതേ തുടർന്ന് വൈകുന്നേരം മുസ്ലിം ലീഗ് UDF അംഗങ്ങൾ അവരുടെ വിജയാഘോഷം സംഘടിപ്പിച്ചിരുന്നു. നേരത്തെ നിശ്ചയിച്ച വിജയാഘോഷമായിരുന്നു ഇത്. ഈ വിജയാഘോഷത്തിനിടെ ചിലർ CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് പ്രധാനമായിട്ടും CPM പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം. അതേ തുടർന്ന് CPM പ്രവർത്തകർ പ്രകടനമായിട്ട് എത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രചരണം. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിനെ ആക്രമിക്കുന്നതിൻ്റെ കല്ലെറിഞ്ഞ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി 10:30 MLA നജീബ് കാന്തപുരം അടക്കമുള്ളവർ പെരിന്തൽമണ്ണയിലെ ദേശീയപാത ഉപരോധിക്കുകയും 1 മണിക്കൂറോളം ഉപരോധം നീണ്ടു നിൽക്കുകയും ചെയ്തു. വലിയ തോതിൽ തന്നെ പ്രവർത്തകർ തടിച്ചുകൂടുന്ന സാഹചര്യം. തുടർന്ന് ഈ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്താലേ പിന്മാറൂ എന്ന് MLA പ്രഖ്യാപിച്ചു. നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകി. തുടർന്നാണ് ഇന്ന് ഹർത്താൽ ഇന്നലെ രാത്രി 11:30 പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ UDF പ്രഖ്യാപിച്ചത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പാൽ, പത്രം, പരീക്ഷ തുടങ്ങിയ അവശ്യ സർവീസുകളെയും മറ്റും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലും അതേപോലെ നിലമ്പൂർ തൃശ്ശൂർ റൂട്ടിലൊക്കെ ദീർഘദൂര സർവീസുകൾ ധാരാളമുള്ള ഒരു മേഖലയാണ്, ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ. അപ്പോൾ ദീർഘദൂര സർവീസുകളെ ഒന്നും ബാധിക്കില്ല, തടയില്ല എന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ ഈ നേരം വരേക്കും എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KSRTCയുടെ സർവീസുകൾ സാധാരണ പോലെ തന്നെ ഇതുവരെയും സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളും അപൂർവമായിട്ട് നിരത്തിലിറങ്ങുന്നുണ്ട്. നമുക്കറിയാം, പെരിന്തൽമണ്ണ തൊട്ടപ്പുറത്താണ് അങ്ങാടിപ്പുറം മങ്കട നിയോജക മണ്ഡലമാണ്. അപ്പോൾ ഒരുപക്ഷെ വളാഞ്ചേരിയിൽ നിന്നും കോട്ടയ്ക്കൽ നിന്നും മഞ്ചേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ അങ്ങാടിപ്പുറം വരെ തിരിച്ചു പോകാനാണ് സാധ്യതയുള്ളത്. നിലവിൽ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ അക്രമത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച 5 പേരെ കസ്റ്റഡിയിലെടുത്തുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് അയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിന്റെ റെയ്ഡ് വിവിധ ഇടങ്ങളിൽ നീണ്ടു നിന്നിരുന്നു. അങ്ങനെ നടത്തിയ റെയ്ഡിലാണ് ഈ 4 പേരെ പെരിന്തൽമണ്ണയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതും ഒരാളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെ മുസ്ലിം ലീഗിന്റെ UDFന്റെ പ്രതിഷേധ പ്രകടനം പെരിന്തൽമണ്ണയിൽ നടക്കും. ഒരുപക്ഷെ കൂടുതൽ ആരോപണങ്ങൾ ഇതിൽ ഉയർന്നു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, 30 വർഷത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതുപക്ഷത്തിന് പെരിന്തൽമണ്ണ നഗരസഭ നഷ്ടമാകുന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനുള്ളിൽ വലിയ തോതിൽ തന്നെ അതിനുള്ള പ്രതിഷേധമുണ്ട്, അതിൻ്റെ ഒരു രോഷമുണ്ട്. അപ്പോൾ പ്രകോപിതരാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഏത് സാഹചര്യങ്ങളെയും മുൻനിർത്തി അതിന് തക്ക സുരക്ഷയും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ ഈ സമയം വരേക്കും എവിടെയും അനിഷ്ട സംഭവങ്ങളോ അക്രമങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ റോഡ് തടഞ്ഞുള്ള ഒരു ഉപരോധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായുള്ള പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിൽ നമുക്ക് UDF ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വലിയ തോതിൽ തന്നെ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് UDF നൽകുന്ന സൂചന. നമുക്കറിയാം, UDFനെ സംബന്ധിച്ച് മലപ്പുറം ജില്ല മുഴുവൻ തൂത്തുവാരിയതിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ എല്ലായിടത്തും UDFന് കൃത്യമായ മാർജിനിൽ ഭൂരിപക്ഷം നേടാനും വിജയം നേടാനും സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. അങ്ങനെ UDF അതിൻ്റെ ആത്മവിശ്വാസത്തിൽ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ അവർക്ക് നേരെ, അവരുടെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകുന്നതും ഓഫീസിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും
വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ അതിലുണ്ടായതാണ്. ഇന്നിപ്പോൾ ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായിട്ട് ഇതിന്റെ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതിഷേധപരമായി കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാണെങ്കിലും വലിയ തോതിൽ തന്നെ UDF ഇത് രാഷ്ട്രീയ ആയുധമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFന്റെ CPMന്റെ ആക്രമം അതിനെതിരെ ഒരു തുടങ്ങാൻ പോകുന്ന വലിയ പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ ഹർത്താൽ എന്ന തരത്തിൽ തന്നെയാണ് UDF ഇന്നത്തെ ദിവസത്തെ ഹർത്താലിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ട്. നമുക്കറിയാം പെരിന്തൽമണ്ണ ഒരുപാട് വിദൂരത്തു നിന്നുള്ള യാത്രക്കാരും അതുപോലെ അന്യസംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരൊക്കെ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടച്ച് സഹകരിക്കണം. അതേപോലെ സ്വകാര്യ ബസ്സുകളും മറ്റും നിരത്തിലിറക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് UDF പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് എത്രമാത്രം ഈ അഭ്യർത്ഥന വരും മണിക്കൂറുകളിൽ മാറും, ഈ യാത്രക്കാർക്ക് നേരെ കയ്യേറ്റമുണ്ടാകുമോ, കട തുറന്നവർക്ക് നേരെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ സമാധാനപൂർണ്ണമായ ഒരു പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്ന ഉദ്ദേശിക്കുന്നതെന്ന് UDF പറയുമ്പോഴും ഇന്നലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം നിയന്ത്രിക്കാൻ കഴിയും എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ശ്രീജ, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ രാത്രി ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഇന്ന് UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. ഇന്നലെ രാത്രി വൈകിയ ശേഷമുണ്ടായ സംഭവ വികാസങ്ങളാണ്. ഇപ്പോൾ സ്വാഭാവികമായും പെരിന്തൽമണ്ണ നിരവധി ആശുപത്രികളൊക്കെ ഉള്ള സ്ഥലമാണ്, ഒരു പ്രധാന റോഡാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.